സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് കണ്ണൂരിൽ CPIM അംഗത്തെ പുറത്താക്കി. പെരിങ്ങോം എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെയാണ് പുറത്താക്കിയത്. 2 മാസം മുമ്പാണ് നടപടിയെടുത്തത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസ് പ്രതി അർജുൻ നായങ്കിയും സംഘത്തിലുണ്ടായിരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ ചേർന്നു. സജോ, ഏത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്? പ്രത്യേകിച്ച് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ പ്രതിരോധത്തിലായ പാർട്ടിക്ക് വീണ്ടും ഒരു പ്രഹരമുണ്ടാകുന്നു. ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് പാർട്ടിക്കുള്ളിലുണ്ട് എന്ന ആരോപണം ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് പ്രായോഗിക തലത്തിൽ ഉദാഹരണമാവുകയാണോ ഈ നടപടി? സുഹൈൽ, CPM അംഗങ്ങളായ ആളുകൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സഹകരിക്കുന്നു, സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു, സ്വർണ്ണ പൊട്ടിക്കലിലും കടത്തിലും ഭാഗവാക്കാകുന്നു എന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്ന സംഭവമാണ് പയ്യന്നൂരിലേത്. മനു തോമസ് ഉന്നയിച്ച ആരോപണം തന്നെയാണ്. ഇതേ മേഖലയിൽ തന്നെ പാർട്ടിയിൽ നേരത്തെ തന്നെ പ്രതിരോധത്തിലായതാണ്. ആ ഘട്ടത്തിൽ അടക്കം പാർട്ടി അവിടെ വിശദീകരണ യോഗം ഉൾപ്പെടെ സംഘടിപ്പിച്ചതാണ്. ഇതിൽ പാർട്ടി അംഗത്തിന് ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ. അതിന്റെ ഭാഗമായാണ് നടപടിയിലേക്ക് 2 മാസം മുൻപ് പോയത്. അതിന്റെ വിവരം പക്ഷേ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് മാത്രം. പെരിങ്ങോം എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗമാണ് ഈ നടപടി നേരിട്ട സജേഷ്. കാനായിൽ സ്വർണം പൊട്ടിക്കൽ സംഘം എത്തിയപ്പോൾ ഇയാളും ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതായത് അർജുൻ ആയങ്കിയുടെ സംഘമാണ് അവിടെ സ്വർണം പൊട്ടിക്കാൻ എത്തിയത്. അവർക്കൊപ്പം ഇയാളും ഉണ്ടായിരുന്നു. അവിടെ അതൊരു സംഘർഷത്തിലേക്ക് പോയ ഘട്ടത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ ഇടപെടുകയും ഒപ്പം ഇയാളുടെ സാന്നിധ്യം അടക്കം കൃത്യമായി പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐയുടെ എരമം സെൻട്രൽ മേഖല അംഗം കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പദവിയിലൊക്കെ ഉള്ള ആൾ കൂടിയാണ് ഇദ്ദേഹം എന്നത് ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന ഒന്നാണ്. ഈ നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ നേരത്തെ CPIM പുറത്തുവിട്ടിരുന്നില്ല. ഇത് പക്ഷേ ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾക്കൊക്കെ പിന്നാലെ നടപടി വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുവെന്ന് മാത്രം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ, അതായത് പാർട്ടി ഏതെങ്കിലും നിലയ്ക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കുള്ള ഇടം പാർട്ടിക്കകത്തില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇത്തരം ആളുകളുടെ സജീവ സാന്നിധ്യം ഉണ്ട് എന്നതുകൂടിയാണ് ഈ നടപടി വിവരം പുറത്തേക്ക് വരുമ്പോൾ തെളിയുന്നത്. ശരി, പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങളുമോ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമില്ലെന്ന് ആവർത്തിക്കുമ്പോൾ ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്ന് പാർട്ടി സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രായോഗിക തലത്തിൽ ഇപ്പോൾ ഒരു അംഗത്തെ പുറത്താക്കേണ്ടി വന്നിരിക്കുന്നത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.